Dead yesterday, unborn tomorrow, why we fret if today is sweet? മരിച്ചുപോയ ഇന്നലെകൾ, പിറക്കാനിരിക്കുന്ന നാളെ, ഇന്ന് മധുരമെങ്കിൽ നാം എന്തിന് ഇന്നലകളെക്കുറിച്ചോർത്ത് ദുഃഖിക്കണം? സ്വച്ഛമായ ഗ്രാമവീഥികളിലൂടെ നെൽവയലുകളുടെ ശീതളച്ചായയിൽ ചിരിച്ചും കരഞ്ഞും ഒരുപാട് പേർ ഇപ്പോഴും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് വിശേഷങ്ങള് സുഖായിരിക്കുന്നു. ഇനി എവിടുന്ന വരുന്നേ? ഞാൻ മോളെടുത്ത് പോയതന്നെ കുട്ടോത്ത് അങ്ങോട്ട് വരും. അവിടുന്ന് വരികയല്ലേ? അല്ല, എന്റെ മോളെ ഭർത്താവിന് എന്തോ നല്ല പണിയാന്നല്ലേ പറഞ്ഞ്? എന്താ പണി? മോൻ ഗവൺമെന്റ് ഓഫീസിലൊരു ഓയാണ്. ഓയോ? എന്താ ഓയെന്ന് പറഞ്ഞ ഇതുവരെ കേൾക്കാത്തൊരു പണി? അത് പഴയ ഓഫീസിലുള്ള പിയൂൺ എന്നാ പറയല്ലേ, ഗവൺമെന്റ് ഓഫീസിലുള്ള പിയൂൺ ജോലി ഉണ്ടല്ലോ, അത് പോയായിട്ട് മാറ്റി. അത് ശരി, പോയെന്നാ വിളിക്കാറ്. എന്തായാലും നല്ല തന്നെ, കാരണം ശമ്പളവും പിരിയുമ്പോ പെൻഷനും കിട്ടുമല്ലോ. നമുക്ക് എങ്ങോട്ട് പോകുന്നത്? ഞാൻ ഇവിടെ വരെ പള്ളിയിലേക്ക് പോവുകയാണേ. പിന്നെ പടച്ചോന്റെ കൃപ കൊണ്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അവര്. അതെയാ? കുഴപ്പമില്ലാത്ത ജീവിതമാണ് രണ്ടുപേരും പോകുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഞാൻ പോട്ടെ. പോയിക്കോ. ദേഷ്യം കൊണ്ട് ഞാൻ നിങ്ങളെ പുരയില് വന്നിരുന്നു. ആണോ? നിങ്ങളെ പുര ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. അത് ശരി. എടാ, എന്നാ ഇപ്പൊ തന്നെ അത് ഞാൻ കൊണ്ടുപോയിക്കോളെ. ഞാനിപ്പോ പുരയിലേക്ക്. ഇത് കഴിക്കുമ്പോ കുറച്ച് പച്ചങ്ങളൊക്കെ ഉണ്ടേ. അതെയോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ. നേരം കൊടുക്കാൻ പറ്റില്ല. എടാ, ഇതിനെന്താ പൈസ വേണ്ടത്? അതിപ്പോ നിങ്ങൾ എത്ര തന്നാലും ഞാൻ വാങ്ങിക്കോളാം. അത് നിങ്ങള് പൈസ അതല്ല. ഞാൻ നോക്കട്ടെ. പൈസ എടുക്കട്ടെ. പിന്നെ ഇത് കഴിക്കുമ്പോ നിങ്ങള് ഒരാഴ്ചത്തേക്ക് മത്സ്യമാംസം ഒന്നും കഴിക്കരുതേ. അതെയാ? എരിവ് പുളി ലേശം കുറയ്ക്കണം. അത് ഇതിന്റെ പറ്റിയ. അത് ശരി. നിങ്ങൾ ക്ഷീണമൊക്കെ മാറും. അതെയാ? ഒരു പ്രശ്നമില്ല. ഇത് കയ്യിൽ വെച്ചോ. ഇത് കഴിച്ചിട്ട് സുഖം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാങ്ങുന്നുണ്ട്. കേട്ടില്ലേ? നിങ്ങൾ കഴിച്ചിട്ട് പറയും. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പോട്ടെ. നമസ്കാരം. നീ പോടാ അവിടുന്ന്. പൈസ വേണോ? എന്റെ പൈസ എന്നോട് നിങ്ങൾ എന്തിനാ ദേഷ്യം പിടിക്കുന്നിങ്ങനെ? അമ്മദക്കാ, ഇതെവിടുന്നാ വരുന്നേ? നമ്മള് പണ്ടേലെ വരിക. അതെ, ഞങ്ങൾ കുറച്ച് സ്ത്രീകളെല്ലാം കൂടെ ഊട്ടിക്ക് പോകുന്നുണ്ട്. അതെയാ? എപ്പോഴാ വരിക? എന്നിട്ട് നാളെ വരും. അതെയാ? എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ആയിക്കോട്ടെ. ഞാൻ എന്റെ പാണ്ഡ്യയിലല്ലേ വരിക. പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ലപ്പ, അങ്ങനെ അങ്ങ് പോകുന്നു. ഞാൻ എന്റെ പണിക്ക് പോട്ടെ. അമ്മക്കാ, നിങ്ങൾ പാണ്ഡ്യാലയിലേക്ക് പോകുന്ന വഴിയാ? അല്ല, എനക്കിപ്പം പണിയൊന്നുമില്ലേ? പണി ഇപ്പൊ കുറവാ, തൊഴിലുറപ്പും കുറവല്ലേ. പിന്നെ മൂപ്പർക്ക് സുഖമില്ലാത്തോണ്ട് എന്നും പണിക്കും പോകാൻ പറ്റുന്നില്ല. ഓനെന്താ സുഖേട്? അതിപ്പോ പുറത്ത് പറയാൻ പറ്റാത്തൊരു സുഖേടാ. ശരി. മൂലക്കുരത്തന്നെ? മൂലക്കുരല്ല, എന്തോ പിസ്തയോ? പിസ്റ്റ തിന്നുന്നുണ്ടോ സാധനല്ലേ? പിസ്റ്റോലായിരിക്കും. അത് തന്നെ. അതാണല്ലേ? അതിനെക്കൊണ്ട് എന്താ ഇടങ്ങാറ്? അതിനിപ്പോ എപ്പോഴും വെറുപ്പും ദേഷ്യവും എന്താ പറയണ്ടേ? പറയണ്ട. അത് ശരി. ഒരു സൗകര്യവും തരുന്നില്ല. അത് ശരി. അങ്ങനെയാണല്ലേ? എന്നാ പിന്നെ ഞാൻ പൈസ ഞാൻ തരാട്ടോ. ആയിക്കോട്ടെ. വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നു. പള്ളിയിൽ നിങ്ങൾ നോമ്പൊന്നും നോക്കാറില്ലേ? നോമ്പൊക്കെ കൃത്യമായിട്ട് നോക്കലുണ്ടല്ലേ? നോമ്പൊക്കെ നോക്കിട്ട് കൃത്യമായിട്ട് പള്ളിയിലൊക്കെ വന്നാലേ അതിന്റെ പുണ്യം കിട്ടൂ. അത് ഓർമ്മ വേണോ? നോമ്പ് കൃത്യമായിട്ട് ഞാനും എന്റെ പുറക്കാരെല്ലാ നോമ്പും പറയാം. നോമ്പെടുത്താല് അതിന്റെ പുണ്യം കിട്ടും. അതുകൊണ്ട് വലിയ ഗുണം കിട്ടും. പിന്നെ ഇതൊക്കെ ഒരാൾ കാണുന്നുള്ള കാര്യം മോളെ, ഒരാൾ കാണുന്നുള്ള കാര്യം ഓർമ്മ വേണം. ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പക്ഷേ പോയിക്കോളി.
നമസ്കാരം ആചാര്യ. നമസ്കാരം നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖമായിട്ട് പോകുന്നു. അല്ല പറഞ്ഞു നമ്മളെ തേങ്ങേന്റെ വിലയൊക്കെ അങ്ങ് പോയില്ലേ? എന്താ കാര്യം? അത് ഉത്തരേന്ത്യക്കാരുടെ ഓരോ കളിയാന്നാ പറയുന്നത്. എന്താന്ന് ആരോട് ചോദിക്കുന്നു? പക്ഷെ അടക്കയ്ക്ക് ഇപ്പൊ നല്ല വിലയാ. അടക്കയ്ക്ക് വിലയുണ്ട്. എന്നാ പിന്നെ ആചാര്യ കോളടിച്ചില്ലേ? ആചാര്യക്ക് എത്രയാ കവുങ്ങൊക്കെ ഉള്ളത്? കോളടിച്ചില്ലേ? അതിന് മാത്രമൊന്നുമില്ല. ഇപ്പൊ കുറച്ച് കവുങ്ങുണ്ട്. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. തട്ടിമുട്ടി നല്ല കാര്യ. അല്ല ആചാര്യ, നിങ്ങൾ പൈസ ഒക്കെ ഏടിയാ കൊണ്ടക്കല്? ഓന്റെ ചെട്ടിയാരെ നിങ്ങളെ അസൂയ വല്ലാത്തൊരു അസൂയ തന്നെയാണ് കേട്ടോ. അസൂയൊന്നല്ല, ഏതായാലും പടച്ചോൻ ഒരുപാട് ആളുകൾക്ക് ഓരോരോ സമയം കൊടുക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, സന്തോഷം. ഞാനങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ. ദേവിയെ ഇനി എവിടുന്ന് വരുന്നേ? ഞാൻ തിരുമ്പാൻ പോയതേനാചാര്. കുളത്തിലല്ലേ? കുളത്തില്. ആചാരെന്താ കുത്തിരിക്കുന്നേ? ഞാൻ ഇമ്പളെ ഒസാം അമ്മേനെ കാത്തിക്ക. ഇമ്പളെ മോളെ കുട്ടിയൊക്കെ മുടി കളയാൻ വേണ്ടിട്ട് അതിനോനെ കാത്തിക്ക. എനിക്ക് ഇതുവരെ ഒരു പണിയും ശരിയാക്കില്ല ആചാര്. നിങ്ങളെ പൊരേന്റെ അടുത്ത് ഒരു ദുബായിക്കാരൻ വന്നിക്കില്ലേനോ? ഓലെ വീട്ടില് ഒരു പണിക്ക് ആളെ വേണമെന്ന് അറിയുന്നിട്ട്. അതെന്റെ എളാപ്പാന്റെ മോളെ മോനാടോ? പോയിട്ട് അവനോട് പോയി ചോദിച്ചൂടാനോ? ഓലൊക്കെ വലിയ ആൾക്കാരല്ല ആചാര്. എനിക്ക് അങ്ങോട്ട് പോകാൻ തന്നെ പേടിയാ. ആചാര് ചോദിച്ചാല് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ഞാൻ ചോദിക്കാട്ടോ. എന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരെന്നെ വിളിക്കോ? ആവശ്യം ഉണ്ട് എന്നെ വിളിക്കോട്ടോ. ഓ ആചാര് പറഞ്ഞ പോലെ എന്തായാലും വിളിക്കായിക്കോ? നോക്കാം നമുക്ക് കേട്ടോ. വലിയ ഉപകാരം ആചാര്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ പോയിക്കോട്ടോ. ഓ പോയിക്കോ. ഞാൻ മോന്റെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയില്ലേ? ഞാൻ അന്നും പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ആചാര്യ ആചാര്യയിലേക്ക് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ നാളെ മറ്റന്നാളുടെ വന്നോട്ടെ. ഞാൻ അവിടെ ഉണ്ടാവും. ഞാനുള്ള സമയം നോക്കിട്ട് വന്നോട്ടെ. ഞാൻ മോനോട് പറയാം. ഞാൻ പിന്നെ പോട്ടെ. ഞാൻ പണിയിലാണല്ലേ? ഓ